ലൈഫ് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുമ്പോൾ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. എല്ലാ കാലത്തും നമ്മുടെ കുടുംബത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതും നമുക്കും കുടുംബത്തിനും ഒരുപോലെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കാം. പ്രത്യേകിച്ച് കുടുംബത്തിന്റെ പ്രധാന വരുമാനദാതാവിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് സാമ്പത്തികമായി വലിയ വെല്ലുവിളിയായേക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ലൈഫ് ഇൻഷുറൻസ് നിങ്ങളുടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയും മനസ്സമാധാനവും നൽകുന്ന ഒന്നാണ്. ലൈഫ് ഇൻഷുറൻസ് എന്നത് ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന ഒന്നാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ദൈനംദിന ചെലവുകൾ, കടങ്ങൾ വീട്ടൽ, മറ്റ് ജീവിത ആവശ്യങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യാൻ ഈ പണം ഉപകരിക്കും. ലൈഫ് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ വീട്ടിലെ ഏക വരുമാന സ്രോതസ് പെട്ടെന്ന് നിന്നുപോയാൽ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അവിടെയാണ് ലൈഫ് ഇൻഷുറൻസിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, ദീർഘകാല സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായും ഇൻഷുറൻസ് എടുക്കാം. ലൈഫ് ഇൻഷുറൻസിന്റെ പ്രധാന ലക്ഷ്യം കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷ തന്നെയാണ്. അതുപോലെ നിങ്ങൾക്ക് ഭവന വായ്പ, പേഴ്സണൽ ലോണുകൾ അല്ലെങ്കിൽ മറ്റ് വലിയ കടങ്ങൾ ഉണ്ടെങ്കിൽ അപ്രതീക്ഷിത മരണമുണ്ടായാൽ ഈ കടങ്ങളുടെ ഭാരം കുടുംബത്തിന് വലിയ ബാധ്യതയാകും. ലൈഫ് ഇൻഷുറൻസ് പോളിസി മരണശേഷം അവശേഷിക്കുന്ന കടങ്ങൾ വീട്ടാൻ സഹായിക്കുകയും അതുവഴി കുടുംബം സാമ്പത്തിക സമ്മർദ്ദത്തിൽ നിന്ന് മുക്തമാവുകയും ചെയ്യും. കുടുംബത്തിലെ മറ്റ് സ്വത്തുക്കൾ സംരക്ഷിക്കാനും ഇതുവഴി കഴിയും. മറ്റൊരു ഗുണം കുട്ടികളുടെ ഭാവിയുടെ സുരക്ഷയാണ്. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം, പ്രൊഫഷണൽ കോഴ്സുകൾ, വിവാഹം പോലെയുള്ള പ്രധാന കാര്യങ്ങൾക്ക് വലിയ തുക ആവശ്യമാണ്. നിങ്ങൾ ഇല്ലാതായാലും നിങ്ങളുടെ മക്കൾക്ക് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ലൈഫ് ഇൻഷുറൻസ് സാമ്പത്തിക സഹായം നൽകും. അനുയോജ്യമായ ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ തിരഞ്ഞെടുക്കുന്നത് ഈ ചെലവുകൾ നിറവേറ്റാൻ ആവശ്യമായ ഫണ്ടുകൾ നൽകും. ആദായ നികുതി ആനുകൂല്യങ്ങളും ഇൻഷുറൻസുകൾ കൊണ്ട് ലഭിക്കും. ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയങ്ങൾക്ക് ആദായ നികുതി നിയമം 1961 സെക്ഷൻ 80C പ്രകാരം നികുതി ഇളവുകൾ ലഭ്യമാണ്. കൂടാതെ പോളിസി കാലാവധി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന തുകയോ ക്ലെയിം ചെയ്യുമ്പോൾ ലഭിക്കുന്ന തുകയോ സെക്ഷൻ 10D പ്രകാരം നികുതിരഹിതമായിരിക്കും. ഇത് നികുതി ലാഭിക്കാനുള്ള ഒരു മികച്ച മാർഗം കൂടിയാണ്. ചില ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ നിക്ഷേപങ്ങളുടെ ഗുണം ചെയ്യുകയും ചെയ്യും. ഉദാഹരണത്തിന് എൻഡോമെന്റ് പോളിസികൾ, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകൾ തുടങ്ങിയവയൊക്കെ വെറും പരിരക്ഷ മാത്രമല്ല, സമ്പാദ്യത്തിന്റെയും നിക്ഷേപത്തിന്റെയും രീതിയിലും പ്രവർത്തിക്കുന്നുണ്ട്. പതിവായി പ്രീമിയം അടയ്ക്കുന്നതിലൂടെ സാമ്പത്തികമായി ഗുണകരമാവുകയും മെച്യൂരിറ്റി ക്ലെയിമിന്റെ സമയത്ത് ഒരു വലിയ തുകയും നൽകുകയും ചെയ്യുന്നവയാണ് ഈ പോളിസികൾ. ചില ലൈഫ് ഇൻഷുറൻസ് പ്ലാനുകൾ വിരമിക്കൽ പ്ലാനിങ്ങിന്റെ ഭാഗമായും പ്രവർത്തിക്കാറുണ്ട്. വിരമിക്കലിന് ശേഷം സ്ഥിരമായ വരുമാനം നൽകുന്ന ആന്വിറ്റി പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്നത് വാർദ്ധക്യത്തിൽ സാമ്പത്തികമായി സ്വയം പര്യാപ്തരായിരിക്കാൻ സഹായിക്കും. ഇതിലെല്ലാം ഉപരി ഒരു മനുഷ്യന് ഏറ്റവും ബേസിക്കായി ലഭിക്കേണ്ട മനസ്സമാധാനം ഇത്തരം ഇൻഷുറൻസുകളിലൂടെ ലഭിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതെ വന്നാൽ തന്നെ ഒരു പരിധിവരെ സമാധാനമായി ജീവിക്കാൻ മനുഷ്യന് പറ്റും. നിങ്ങളുടെ അഭാവത്തിൽ കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്നത് വലിയ മനസ്സമാധാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ലൈഫ് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 പ്രധാന കാര്യങ്ങൾ നോക്കാം. നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ശരിയായ ലൈഫ് ഇൻഷുറൻസ് പോളിസി തിരഞ്ഞെടുക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് ഇതിനായി ആദ്യം ചെയ്യേണ്ടത്. അതിനുവേണ്ടി നിങ്ങളുടെ കുടുംബത്തിന്റെ നിലവിലുള്ള സാമ്പത്തിക ആവശ്യങ്ങളും ഭാവിയിൽ വരാൻ സാധ്യതയുള്ള സാമ്പത്തിക ആവശ്യങ്ങളും വിലയിരുത്തുക. വാർഷിക വരുമാനം, ഭവന വായ്പ, വാഹന വായ്പ, വ്യക്തിഗത വായ്പ തുടങ്ങിയ കടങ്ങൾ എന്നിവയ്ക്കൊപ്പം കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം പോലെയുള്ള ഭാവിയിലെ പ്രധാന ചെലവുകൾ കൂടി കണക്കിലെടുക്കുക. ഈ വിലയിരുത്തൽ ഇൻഷുറൻസ് തുക എത്രയായിരിക്കണം എന്ന് നിർണ്ണയിക്കാൻ സഹായിക്കും. ആവശ്യത്തിന് കവറേജ് ഇല്ലാത്ത പോളിസി ഉപകാരപ്രദമാകില്ല. അതുപോലെ അധിക കവറേജ് എടുത്താൽ വെറുതെ അധികം പ്രീമിയം അടയ്ക്കേണ്ടിയും വരും. ശരിയായ ഇൻഷുറൻസ് തുക തിരഞ്ഞെടുക്കുക എന്നതാണ് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങളുടെ അഭാവത്തിൽ കുടുംബത്തിന് എത്ര തുക സാമ്പത്തിക സഹായമായി ലഭിക്കണമെന്നാണ് ഇൻഷുറൻസ് തുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങളുടെ വാർഷിക വരുമാനത്തിന്റെ 10-15 ഇരട്ടി ആയിരിക്കണം എന്ന് സാമ്പത്തിക വിദഗ്ധർ സാധാരണയായി നിർദ്ദേശിക്കാറുണ്ട്. കൂടാതെ നിലവിലുള്ള കടങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, ജീവിതശൈലി എന്നിവ കൂടി പരിഗണിച്ച് മതിയായ തുക ഉറപ്പാക്കുക. അമിതമായ കടബാധ്യതയുള്ളവർക്ക് കൂടുതൽ കവറേജ് ആവശ്യമായി വരും. മൂന്നാമതായി പോളിസി കാലാവധി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആശ്രിതർ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാകുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാന സാമ്പത്തിക ബാധ്യതകൾ അവസാനിക്കുന്നത് വരെ പോളിസിയുടെ കാലാവധി തിരഞ്ഞെടുക്കുക. സാധാരണയായി ഇത് നിങ്ങളുടെ വിരമിക്കൽ പ്രായം വരെയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിച്ച് ജോലിയിൽ പ്രവേശിക്കുന്നത് വരെയോ ആകാം. കാലാവധി വളരെ കുറഞ്ഞു പോയാൽ ആവശ്യമായ സമയത്ത് കവറേജ് ലഭിക്കാതെ പോയേക്കും.
പ്രീമിയം തുക നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രീമിയം തുക നിങ്ങളുടെ ബജറ്റിന് അനുയോജ്യമാണോ എന്ന് നോക്കുക. ഈ തുക കൃത്യമായി അടയ്ക്കാൻ സാധിക്കണം. പ്രീമിയം അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോളിസി ലാപ്സ് ആകാനും അതിന്റെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ക്ലെയിം സെറ്റിൽമെന്റ് അനുപാതം പരിശോധിക്കുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു ഇൻഷുറൻസ് കമ്പനി എത്രമാത്രം ക്ലെയിമുകൾ വിജയകരമായി തീർപ്പാക്കുന്നു എന്നത് കാണിക്കുന്ന ഒരു പ്രധാന സൂചികയാണ് ക്ലെയിം സെറ്റിൽമെന്റ് അനുപാതം. ഉയർന്ന അനുപാതം മികച്ചതായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് 95% അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള കമ്പനികൾ തിരഞ്ഞെടുക്കുക. കമ്പനി ക്ലെയിമുകൾ തീർപ്പാക്കാൻ സാധ്യത കൂടുതലാണ് എന്ന് സൂചിപ്പിക്കുന്ന അനുപാതമാണിത്. ഇവ കൂടാതെ പോളിസിയുടെ നിബന്ധനകൾ, മറ്റ് വ്യവസ്ഥകൾ, കാത്തിരിപ്പ് കാലയളവുകൾ, എക്സ്ക്ലൂഷൻസ്, അധിക റൈഡറുകൾ തുടങ്ങിയവയും ശ്രദ്ധാപൂർവം വായിച്ചു മനസ്സിലാക്കണം. അപ്രതീക്ഷിത സംഭവങ്ങളിൽ അധിക പരിരക്ഷ നൽകുന്ന അപകട മരണ ആനുകൂല്യം, ഗുരുതരമായ രോഗങ്ങൾക്കുള്ള റൈഡറുകൾ പോലുള്ളവയും പരിഗണിക്കാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ, കുടുംബത്തിന് സാമ്പത്തിക സുരക്ഷ ഒരുക്കുന്നു എന്നതിനൊപ്പം നികുതി ആനുകൂല്യങ്ങൾ, ദീർഘകാല നിക്ഷേപ സാധ്യത, വിരമിക്കലിന് ശേഷം സ്ഥിര വരുമാന സാധ്യത എന്നിവയും ലൈഫ് ഇൻഷുറൻസിന് ആകർഷത കൂട്ടുന്നുണ്ട്. എന്നാൽ ശരിയായ പോളിസി തിരഞ്ഞെടുക്കുന്നതിനായി കൃത്യമായ വിലയിരുത്തലുകളും പ്രീമിയം ശേഷി, ക്ലെയിം സെറ്റിൽമെന്റ് നിരക്ക് പോലുള്ള ഘടകങ്ങളും പരിഗണിക്കുക എന്നതും നിർബന്ധമാണ്. എല്ലാവരും ലൈഫ് ഇൻഷുറൻസ് എടുക്കേണ്ടതിന്റെ പ്രാധാന്യവും ലൈഫ് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും മനസ്സിലാക്കിയെന്ന് കരുതുകയാണ്. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സംശയങ്ങൾക്കുള്ള മറുപടികൾ ഉൾപ്പെടുത്തി കൂടുതൽ വീഡിയോകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതായിരിക്കും. ഒപ്പം ഇതുവരെ പോളിസി എടുക്കാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനഹിതം 24/7 സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.